ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ഈശോയുടെ തിരുപ്പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു തിരുനാളാണ്. എത്ര ദുഃഖപൂരിതമായ മനസ്സിനെയും സന്തോഷിപ്പിക്കാൻ തക്ക ഓർമ്മകളാണ് ക്രിസ്മസ് നമുക്കായിട്ട് പകർന്നു തരുന്നത്. നമ്മുടെ പാപങ്ങളും പാപത്തിലൂടെ ജനിക്കുന്നതായ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുത്ത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം തൻ്റെ പ്രിയപുത്രനെ അയക്കുന്ന മനോഹരമായ ആ സംഭവമാണ് നമ്മൾ ക്രിസ്മസിലൂടെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുക. 2019 ജീവിക്കുന്ന എൻ്റെ കൂടി പാപങ്ങൾ ഏറ്റെടുത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് എൻ്റെ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നില്ല, എൻ്റെ യുക്തിക്ക് സാധിക്കുന്നില്ല അത് മനസ്സിലാക്കാൻ. സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കുമെല്ലാം അപ്പുറത്താണ് ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ഈ സ്നേഹത്തിൻ്റെ അനുഭവം. അതാണ് ക്രിസ്മസ് നമുക്കായിട്ട് പകർന്നു തരിക. എന്നെ രക്ഷിക്കാനായി എൻ്റെ ദൈവം മനുഷ്യനായി അവതരിക്കുക, എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുക, എനിക്ക് പകരമായി അവിടുന്ന് യാഗമായിട്ട് മാറുക, എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി യാഗമായിട്ട് മാറുക. ആരത് ചെയ്യും? സ്നേഹിതനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ് ജീവൻ സമർപ്പിക്കുവാൻ വേണ്ടി മാത്രം എൻ്റെ ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഈ സ്നേഹം ഉൾക്കൊള്ളാൻ എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം എത്രമാത്രം സ്നേഹം എനിക്ക് നൽകുന്നു, എത്രമാത്രം വില എനിക്ക് നൽകുന്നു എന്നുള്ളതാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാശിയെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം തൻ്റെ പ്രിയപുത്രനെ മനുഷ്യനായി അയക്കുന്നെങ്കിൽ മനുഷ്യന് എത്രമാത്രം വിലയാണ് ദൈവം കൊടുത്തത്. ഈ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനെ നാശത്തിലേക്ക് അങ്ങ് വിട്ടുകൂടായിരുന്നോ? വീണ്ടും വീണ്ടും അവനെ പുറകെ നടന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അവസാനം പ്രവാചകന്മാരെ അയച്ചു, രാജാക്കന്മാരെ അയച്ചു, ന്യായാധിപന്മാരെ അയച്ചു, ഒരു രക്ഷയില്ല. അവസാനം സ്വന്തം പുത്രനെ തന്നെ അയക്കുകയാണ്. അയച്ചില്ലെങ്കിൽ എന്താണ്? പക്ഷേ ദൈവത്തിന് അയക്കാതിരിക്കാനാവില്ല. കാരണം അത്രമാത്രം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മനുഷ്യന് നൽകുന്ന വില എത്രമാത്രമാണ്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മഹത്വപൂർണമായി ജീവിക്കുവാൻ അവനെല്ലാം ഒരുക്കി കൊടുത്തു. പക്ഷേ പാപത്തിലൂടെ അവൻ തൻ്റെ വില നശിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് ശിക്ഷണത്തിനായിട്ട് അവനെ പറുദീസായിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോഴും അവനോടുള്ള കരുതലും സ്നേഹവും എല്ലാം ഉണ്ട്. അവിടുന്ന് നൽകുന്ന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് അവനെ തിരികെ സ്വർഗീയ മഹത്വത്തിലേക്ക് കൊണ്ടുവരാൻ താൻ തൻ്റെ സ്വന്തം പുത്രനെ അയക്കുന്നു എന്നുള്ളത്. നമുക്ക് ദൈവം നൽകുന്ന വില, അതാണ് ഈ ക്രിസ്മസിൻ്റെ സന്ദേശം എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു ശിശുവായി അവതരിച്ചു എന്ന് പറയുമ്പോൾ, ദൈവമേ, ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണ് ഈശോയെ? ഇതാണ് മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് നൽകാനുള്ള പ്രതികരണം. ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു, അപ്പോൾ എത്രമാത്രം ഉത്തരവാദിത്തത്തോടെ ഞാൻ ജീവിക്കണം, എത്രമാത്രം ധാർമ്മികമായി ഞാൻ ജീവിക്കണം, എത്രമാത്രം കരുണയോടുകൂടി ഞാൻ ജീവിക്കണം. കാരണം ഞാൻ ഒത്തിരി സ്നേഹം കിട്ടിയവനാണ്. നമ്മുടെയൊക്കെ പലരുടെയും ദുഃഖങ്ങൾ ഈ സ്നേഹത്തിൻ്റെ പേരിലാണ്, കിട്ടാത്ത സ്നേഹത്തിൻ്റെ പേരിൽ. കിട്ടിയ സ്നേഹമെല്ലാം മറന്നു പോകുമ്പോഴും നമ്മൾ കിട്ടാത്ത സ്നേഹങ്ങളൊക്കെ ഓർത്തിരിപ്പുണ്ട്. അവരെന്നെ മൈൻഡ് ചെയ്തില്ല, അവരെന്നെ സ്നേഹിച്ചില്ല, അവരെനിക്ക് വില തന്നില്ല, അവരെൻ്റെ വാക്കിന് വില തന്നില്ല. ഇതൊക്കെ ഓർത്ത് പരസ്പരം വേദനിക്കുന്ന, പരസ്പരം കുറ്റപ്പെടുത്തുന്ന എത്രയോ പേരുണ്ട്.
നമ്മുടെയൊക്കെ പലരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മറ്റുള്ളവർ വില തരുന്നില്ല എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അടിസ്ഥാനപരമായ പ്രശ്നം പരസ്പരം വില കൊടുക്കുന്നില്ല. ഭാര്യ ഭർത്താവിനെ മാനിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ മാനിക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ മാനിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതമാണ്, ഞങ്ങളുടെ കാര്യം നോക്കുന്നില്ല എന്ന് മക്കൾ. ഇതിങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ഈ ഒരു പരാതിയുണ്ട്. എനിക്ക് വില ലഭിക്കുന്നില്ല, എനിക്ക് വില വേണം, എനിക്ക് മറ്റെല്ലാവരേക്കാളും വില തരണം എന്നുള്ളൊരു ആഗ്രഹം. അതില്ലാത്തത് ആരാണുള്ളത്? ആ ആഗ്രഹമില്ലാത്തതായി. പക്ഷേ നമ്മുടെ പ്രശ്നം പലപ്പോഴും നമ്മുടെ വില മറ്റുള്ളവരെ ആശ്രയിച്ചാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരെന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെന്നെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ, മറ്റുള്ളവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർ എന്നെ നന്നായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് വിലയുണ്ട്. അത് സ്വയം വില കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വില തപ്പി അവിടെ ഇവിടെയെല്ലാം പോകുന്നത്. നമ്മൾ ഓരോരുത്തരും വിലയുള്ളവരാണ്. അതാണ് മനുഷ്യാവതാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവികതയിലേക്ക് ഉയരാൻ മാത്രം സാധ്യതയുള്ളതാണ് നീ കേവലം മൃഗീയതയിൽ ജീവിക്കേണ്ടവനല്ല. മനുഷ്യന് ദൈവികതയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈശോ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിലയുള്ളവരാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. നമ്മളത് വിശ്വസിക്കണം. എനിക്ക് വിലയുണ്ട്, ഞാൻ ഈ വില തേടി അവിടെ എവിടെയൊന്നും പോകേണ്ട കാര്യമില്ല. അവൻ്റെ വാക്കുകളിലോ അവൻ എനിക്ക് തരുന്ന ശ്രദ്ധയിലോ ഒന്നുമല്ല എൻ്റെ വില. എൻ്റെ വില എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് വില തന്ന ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകമായിട്ട് കരുതുന്നു. നമ്മൾ ആരും നഷ്ടപ്പെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ എന്നെ തേടി മാത്രം എൻ്റെ കർത്താവ് വരുന്നത്. കാരണം ഞാൻ അവിടത്തേക്ക് അത്രമാത്രം വിലപ്പെട്ടവനാണ്. ആരും എനിക്ക് വില തരുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ വേദനിച്ച് നടക്കുന്ന എനിക്ക് ഇതൊരു വലിയ സുവിശേഷമാണ്. എൻ്റെ ദൈവമേ, ഞാൻ നിനക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടവനാണല്ലോ. എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ഇത്രമാത്രം ശൂന്യനാക്കണമെങ്കിൽ ഞാൻ നിനക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ്. അതിന് ആ ഒരു ചിന്ത തന്നെ, ആ ഒരു ധ്യാനം തന്നെ എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ആനന്ദം ലഭിക്കുകയാണ്. ഞാൻ വിലയുള്ളവനാണ്. ഞാനിനി എൻ്റെ വില തേടി മറ്റുള്ളവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം എനിക്കൊരു വില തരുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഈശോ മിശിഹായിലുള്ള വിശ്വാസം എന്നെ വലിയ ഒരു ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത്. മനുഷ്യാവതാര രഹസ്യം നമ്മളെ ഈ ഒരു യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നതാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ മിശിഹായിൽ തിരഞ്ഞെടുത്തു. ദൈവമേ, ഞാൻ നിനക്കാരാണ്? ഇത്രമാത്രം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നീ മിശിഹായിൽ എന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ ആരാണ് നിനക്ക്? പഴയ നിയമത്തിൽ പല ഇടങ്ങളിലായിട്ട് പ്രവാചകരിലൂടെ നമ്മൾ ഇതേ സന്ദേശം ശ്രവിക്കുന്നുണ്ട്. നീ എനിക്കെന്നും അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. മകനെ മകളെ, നീ എൻ്റെതാണ്. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി കർത്താവ് അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ദൈവമേ, എത്രമാത്രം വിലയാണ് നീ എനിക്ക് നൽകുന്നത്. ഈ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവോന്മുഖമായിക്കൊള്ളും. നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലോകത്തിൻ്റെതായ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുക.
എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എന്നെ വീണ്ടെടുത്തു. ഞാൻ നഷ്ടപ്പെടാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളൊരു വലിയ ബോധ്യം നമ്മളെ നയിക്കേണ്ടതാണ്. എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്, ഈശോ മിശിഹ വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ നിനക്കാരാണ്? ഇത്രമാത്രം എനിക്ക് വില തരാൻ എൻ്റെ ദൈവമേ, ഞാൻ നിനക്കാരാണ്? ഈ ഒരു ധ്യാനം അത് നമ്മളെ കൂടുതൽ എളിമപ്പെടുത്തുകയാണ്. അത് നമുക്കൊത്തിരി സന്തോഷം നൽകും. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മൾ നമ്മുടെ വില തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കില്ലാതെ പോകുന്നു. നമ്മൾ ലോകത്തിൻ്റെ മാത്രം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ സ്വർഗത്തിൽ പൗരത്വം നേടിയവരാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് മനുഷ്യൻ അവൻ്റെ വില അറിയുന്നില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് താൻ എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം നന്നായിക്കൊള്ളും. നമ്മൾ പറയാറില്ലേ, വലിയ ഉയർന്ന കുടുംബത്തിലെയാണ് നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക അഭിമാനബോധം. എന്നെക്കൊണ്ട് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കാരണവന്മാർ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. ചില കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ചിന്ത തന്നെ നമ്മളെ ചില തെറ്റുകളിൽ നിന്ന്, ചില മ്ലേച്ഛമായ പ്രവൃത്തികളിൽ നിന്ന് വിലക്കും. കാരണം സ്ഥാനത്തിനൊത്ത്, നമ്മുടെ വിളിക്കൊത്ത് നമ്മൾ ജീവിക്കേണ്ടവരാണല്ലോ, മഹത്വത്തിനൊത്ത് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഈ ക്രിസ്മസ് നമുക്ക് തരുന്ന വലിയ ഒരു സന്ദേശം നമ്മളുടെ വില തിരിച്ചറിയാനായിട്ടാണ്. നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് പലതരത്തിലുള്ള ക്രൂരതകൾ. ഈ അടുത്ത നാളിലൊക്കെ പത്രങ്ങളിൽ വായിക്കുന്ന ക്രൂരതകൾ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ പരസ്പരം കൊല്ലുകയും പരസ്പരം വഞ്ചിക്കുകയും വേദനിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്? അവനവൻ്റെ വില തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന്, അവൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി അവതരിച്ചുവെന്ന് എന്നൊക്കെയുള്ള ബോധ്യത്തിൽ അവൻ വളർന്നിരുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തികൾ എത്രമാത്രം ഉന്നതമായിരുന്നേനെ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്ക് ഈ ദൈവപുത്ര സ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവപുത്രൻ എന്നുള്ള നിലയിലുള്ള വിലയിൽ വളർന്നു വരാനായിട്ട് സാധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ ബലിയാക്കിയ എൻ്റെ ദൈവത്തോട് ചേർന്ന് ഞാൻ ജീവിക്കണം. ആ ഒരു സ്നേഹബന്ധം നമ്മളെ വലിയ ഒരു ഹൃദയ ഐക്യത്തിലേക്ക് നയിക്കുകയാണ്. അതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനമായിട്ട് മാറേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഞാൻ പാപം ചെയ്ത് അവനിൽ നിന്ന് അകന്നു പോയിട്ടും എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ ആത്മാവ് നശിച്ചു പോകാതെ ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ അയച്ച ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മളെ ആഴമായ പ്രാർത്ഥനയിലേക്ക്, തമ്പുരാനോടുള്ള വലിയ അടുപ്പത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സംസാരത്തെ സ്വാധീനിക്കും, നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും, ചിന്തകളെ സ്വാധീനിക്കും. ആന്തരിക സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. പലപ്പോഴും നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാത്തത് നമ്മൾ തന്നെയാണ്. നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. സ്വയം തോൽപ്പിക്കാനുള്ള പ്രവണത ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യനാണെന്നാണ് പറയുന്നത്. അവനൊരു കാര്യം പദ്ധതിയിടും, എന്നിട്ട് അവൻ തന്നെ അതിനെ തോൽപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? രാവിലെ എഴുന്നേക്കും എന്ന് നമ്മൾ തീരുമാനമൊക്കെ എടുക്കും, എന്നിട്ടോ അലാറമൊക്കെ വെക്കും, പക്ഷേ എഴുന്നേക്കത്തില്ല. നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിക്കും. നമ്മുടെ പദ്ധതികളെയും നമ്മുടെ പ്ലാനുകളെയും എല്ലാം നമ്മൾ തന്നെ തോൽപ്പിക്കും. നമ്മുടെ ചില പ്രവർത്തന രീതികളിലൂടെ, നമ്മുടെ ചില ചിന്താ രീതികളിലൂടെ. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, നമ്മളെക്കുറിച്ച് ഏറ്റവും നിഷേധാത്മകമായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് പറയാറുണ്ട്. ഞാൻ കൊള്ളുകയില്ല, ഞാൻ കാണാൻ കൊള്ളുകയില്ല, ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങൾ അതൊട്ടുമേ ശരിയായില്ല. ഇങ്ങനെ പഴയതെല്ലാം ഓർത്തിരുന്ന്
നമ്മളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചെല്ലാം നെഗറ്റീവായി അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊത്തിരിയുണ്ട്. അതുകൊണ്ടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം, ഒരു സ്വാതന്ത്ര്യം തോന്നാത്തത്. നമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്നത് കൊണ്ട് നമ്മുടെ നല്ല കഴിവുകളൊന്നും പുറത്തു വരുന്നില്ല. നമുക്കൊക്കെ നല്ല കഴിവുകളുണ്ട്, പക്ഷേ നമുക്ക് ആശങ്കകളാണ്. ഞാൻ വിജയിക്കുമോ? ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും? പഠിക്കുന്നതിന് മുമ്പേ തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ഭയപ്പാട് കൂടുകയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരെന്ത് പറയും? നമുക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാൻ അറിയില്ല. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മളെ ഒന്ന് നോക്കിക്കണ്ടാലോ. നമ്മുടെയൊക്കെ കുറവുകൾ ദൈവം എന്തായിട്ടാണ് കാണുന്നത്? സാധ്യതകളായിട്ട് കാണുകയാണ്. രക്ഷിക്കാനുള്ള സാധ്യതകൾ നമ്മളിലുണ്ട്. നമ്മളെ കുറ്റപ്പെടുത്തുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അവിടെയാണ് നമ്മളെക്കുറിച്ച് വളരെ നിഷേധാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ, വിലയില്ലാത്തവരായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ദൈവം നമുക്കൊത്തിരി വില തന്ന് നമ്മുടെ പിന്നാലെ വരികയാണ്. സ്വയം വില കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ദൈവം തരുന്ന വിലയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വില നൽകുന്നുണ്ട്. അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കണ്ടു, മനുഷ്യാവതാരത്തിലൂടെ സ്വന്തം പുത്രനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയക്കണമെങ്കിൽ എത്രമാത്രം വിലയാണ് എൻ്റെ ദൈവം എനിക്ക് തരുന്നത്. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് നിനക്ക് വില കൊടുക്കാത്തത്? ദൈവം നിനക്ക് വില തരുന്നുണ്ട്. രക്ഷിക്കപ്പെടാനും മാത്രം യോഗ്യതയുള്ളവനാണ് നീ, യോഗ്യതയുള്ളവളാണ് നീ. പക്ഷെ നീ എന്തുകൊണ്ടാണ് നിന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നത്? ചിലർ സൗന്ദര്യത്തിൻ്റെ പേരിൽ സ്വയം ഇകഴ്ത്തി സംസാരിച്ച് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. രാവിലെ കണ്ണാടി നോക്കുമ്പോൾ മുതൽ നമ്മുടെ ദിവസം മുഴുവൻ നിഷേധ ചിന്തകളാണ് എന്ന് തമാശയായിട്ടെങ്കിലും പറയാറുണ്ട് മനുഷ്യനെക്കുറിച്ച്. ചിലർ അവരുടെ കുടുംബത്തെ ഓർത്ത് ആകപ്പാടെ അസ്വസ്ഥരായിട്ട് ജീവിക്കുന്നുണ്ട്. ചിലർ അവരുടെ കഴിവില്ലായ്മകളെ ഓർത്ത് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള കഴിവുകളൊക്കെ എവിടെ പോയി? അതൊന്നും പുറത്തു വരില്ല. ഇല്ലാത്ത കഴിവുകളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള കഴിവുകൾ ഞാൻ കാണുന്നു പോലുമില്ല. കാരണം എനിക്ക് വില തരുന്നില്ല. ഞാൻ വില കൊടുക്കുകയാണെങ്കിൽ അതെന്നെ വളരെ വ്യത്യസ്തമായ ഒരു ചിന്താരീതിയിലേക്ക് നയിക്കും. കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കും. എൻ്റെ ദൈവം എന്നെ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ദൈവം എന്താ പറഞ്ഞത്? നന്നായിരിക്കുന്നു. എനിക്കെന്തുകൊണ്ട് അത് എന്നെക്കുറിച്ച് തിരിച്ചു പറയാൻ സാധിക്കാത്തത്? എൻ്റെ കുടുംബം നന്നായിരിക്കുന്നു, എൻ്റെ ഭർത്താവ് നന്നായിരിക്കുന്നു, എൻ്റെ ഭാര്യ നന്നായിരിക്കുന്നു, എൻ്റെ മക്കൾ നന്നായിരിക്കുന്നു, എൻ്റെ വീട് ചെറുതാണെങ്കിലും കൊള്ളാം, നന്നായിരിക്കുന്നു. നമ്മൾ വില കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്ക് തന്നെ വില കൊടുക്കുന്ന ഒരു പുതിയ ആത്മീയതയിലേക്ക് കടന്നു വരാൻ ഈ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മൾക്ക് വില കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും വിലയുണ്ട്. ചിലപ്പോൾ അവരുടെ കുറവുകൾ മാത്രമേ നമ്മൾ ഉണ്ടായിരിക്കുകയുള്ളൂ. സക്കേവോസിനെ കണ്ടപ്പം നാട്ടുകാരെല്ലാം കണ്ടത് ക്രൂരനായ ഒരു നികുതി പിരിവുകാരനെയാണെങ്കിൽ ഈശോ അയാളിൽ കണ്ടത് രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെയാണ്. പാപിനിയായ സ്ത്രീയെ കണ്ടപ്പോൾ എല്ലാവരും കണ്ടത് അവളിലെ മ്ലേച്ഛതകൾ മാത്രമാണെങ്കിൽ ഈശോ അവളിൽ കണ്ടത് ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയാകാൻ അവൾക്കുള്ള യോഗ്യതയാണ്. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഞാൻ എന്നെ തന്നെ നോക്കിക്കാണുമ്പോൾ, എൻ്റെ ദൈവമേ, ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണ് എന്ന് ഞാൻ ചോദിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്ക് ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ധ്യാന വിഷയമായി നമ്മുടെ ഈ വില, ദൈവം നമുക്ക് നൽകുന്ന വില, അത് ആഴമായ ഒരു ധ്യാനത്തിന് വിധേയമാക്കാം. എന്നെ രക്ഷിക്കാനായി എൻ്റെ ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ദൈവമേ, ഇത്രമാത്രം വില തന്ന് എന്നെ രക്ഷിക്കാൻ യോഗ്യതയുള്ള ഒരുവനായി കരുതിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു.